ഇസ്ലാം എന്നൊക്കെ ഇസ്ലാം സ്ത്രീകൾക്ക് പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നൊക്കെ ചോദിച്ച് വലിയ കോലാഹലങ്ങൾ നടത്തുമ്പോ ചിന്തിക്കണേ, ഏത് മതത്തിലാണുള്ളത്, ഏത് ദർശനത്തിനാ ഉള്ളത്? ഒരു വിവാഹത്തിന്റെ പേരിൽ ഒരു പെണ്ണൊരു ഭർത്താവിന്റെ ഒരു പുരുഷന്റെ ഭാര്യയാകാൻ പോകുമ്പോൾ അവൾ ചോദിക്കുന്ന പണമോ സമ്പത്തോ സ്വർണമോ അവളുടെ കൈവെള്ളയിൽ വെച്ച് പൊരുത്തപ്പെടിച്ചിട്ടല്ലാതെ അവളുടെ ശരീരത്തിലൊന്ന് സ്പർശിക്കാൻ അനുവാദം ഇസ്ലാം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം സ്ത്രീക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു മാർഗമുണ്ടോ? സ്ത്രീക്ക് ബഹുമാനം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ദർശനം ഈ ലോകത്തുണ്ടോ? ഇസ്ലാം പെണ്ണിന് സ്ഥാനം കൊടുത്തത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാ. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരെന്ന സ്ത്രീകളുടെ കാൽപാദത്തിന് കീഴിലാണ് നിങ്ങളുടെ സ്വർഗമെന്ന് പഠിപ്പിച്ച്. ഉപ്പാന്റെ കാൽ കീഴിലെന്ന് പറഞ്ഞില്ലല്ലോ, ഉമ്മാന്റെ കാൽ കീഴിലെന്നല്ലേ പറഞ്ഞേ. ഇത്രത്തോളം സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഏത് മതം, ഏത് മാർഗമാ ഉള്ളത്? ഒരു സഹാബി കടന്നു വന്നിട്ട്, നബിയെ, എനിക്ക് ലോകത്തേറ്റവും കടമകളുള്ളതാരോടാ? ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. രണ്ടാമതാരോടാ? അപ്പോഴും നിന്റെ ഉമ്മയോട്. മൂന്നാമതാരോടാ? അപ്പോഴും നിന്റെ ഉമ്മയോട്. നാലാമതാ വാപ്പയോ പറഞ്ഞത്. ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഉമ്മായ്ക്ക്, വാപ്പായ്ക്ക് പ്രോത്സാഹന സ്ഥാനമായിട്ട് ഇസ്ലാം കൊടുത്തിട്ടുള്ളൂ. ഇത്ര ഇസ്ലാമിന് സ്ഥാനം കൊടുത്ത് അപ്പൊ അങ്ങനെ മനോരമയും മാതൃഭൂമിയൊക്കെ ഉറഞ്ഞു തുള്ളുകല്ലേ, മാധ്യമം ഉൾപ്പെടെ. വിഷമം തോന്നി ഇന്നത്തെ പത്രം തുറന്നപ്പോ ഇങ്ങനെ കാന്തവരെ AP അബൂബക്കർ മുസ്ലിയാരെ പൊരിച്ചു തിന്നുക എല്ലാരും. ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ എന്ത് തെറ്റാ ഉള്ളത്? എന്ത് തെറ്റാണുള്ളത്? സ്ത്രീ പുരുഷ സമത്വം ഇസ്ലാമിലുണ്ടോ? സ്ത്രീ പുരുഷ സമത്വം ഉണ്ടോ? മറുപടി പറയുന്ന ആരാ? ഡോക്ടർ ഫസൽ ഗഫൂർ മറുപടി പറയാ. നമ്മളൊന്ന് ചിന്തിക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷ സമത്വം ഇസ്ലാമിലില്ല എന്ന് പറയുമ്പോൾ പുരുഷന്മാരെക്കാൾ ഒരു പടി മുകളിലാണ് ഇസ്ലാം സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തത് എന്ന് തിരിച്ചറിവുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാരും ദീനിന്റെ നേതാക്കന്മാരും സ്ത്രീ പുരുഷ സമത്വം ഇല്ല എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെക്കാൾ സ്ത്രീക്ക് സ്ഥാനം കൊടുത്തു ഇസ്ലാം, പുരുഷന്മാരെക്കാൾ സ്ഥാനം കൊടുത്തു ഇസ്ലാം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്താ? ഖൈറു മതാഇദ് ദുനിയ അൽ മർഅതു സാലിഹ. ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ വസ്തു അവര് സത്വൃത്തയായ പെണ്ണാണ്. ആണാണെന്നല്ലല്ലോ പറഞ്ഞത്, പെണ്ണാണെന്നല്ലേ പറഞ്ഞത്. ഇതല്ലേ ഇസ്ലാം? പുരുഷനേക്കാൾ സ്ഥാനം കൊടുത്തില്ലേ സ്ത്രീക്ക്? ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര രംഗങ്ങൾ നോക്കുവിൻ. ഒരു ബോധമുള്ള മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ കട്ടിലിൽ ശരീരം അനക്കാൻ പറ്റാതെ കിടക്കുന്നവരാണെങ്കിൽ പോലും ഒരു മാസം 30 ദിവസം നിസ്കരിക്കലും നിർബന്ധമാണ്. കിടന്നിട്ടായാലും കൈകാലുകൾ അനക്കാൻ പോലും പറ്റില്ല. പക്ഷേ ബോധമുണ്ടോ? മാസം 30 ദിവസം നിസ്കരിക്കണം. പക്ഷേ അവിടെയും പെണ്ണിന് ഇസ്ലാം കുറെ കൺസെഷൻ കൊടുത്തു. ഒരു മാസം 15 ദിവസം വരെ അവർക്ക് നിസ്കാരം ഒഴിവാക്കാം, അവരുടേതായ മെൻസസിന്റെ പീരീഡ്. ഇത്രയും സ്ഥാനം ആരാടോ ഇസ്ലാമിന് കൊടുത്തത്? ഇത്രയും മഹത്വം ആരാ ഇസ്ലാമിന് കൊടുത്തത്? കാന്തവരെ AP അബൂബക്കർ മുസ്ലിയാരാവുമ്പോ ഒന്ന് എതിർത്ത് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് കൂടെ നിൽക്കുമെന്ന് കരുതിയോ? എന്തുകൊണ്ടും മുസ്ലിം കൈരളിയെ സംബന്ധിച്ചിടത്തോളം ഫസൽ ഗഫൂറിനേക്കാൾ സ്ഥാനവും മാനവുമുള്ളത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് തന്നെയാ. അതിലൊരു സംശയവും വേണ്ട. ഉത്തരവാദിത്തമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം. കേരളത്തിൽ എന്നല്ല, ഇന്ത്യ രാജ്യത്ത് പോലും ഒരുപാട് പിടിപാടുകളും സ്വാധീനങ്ങളുമുള്ള ഒരു പണ്ഡിതൻ തന്നെയാ അദ്ദേഹം. കാന്തപുരത്തിനെതിരെ ഫസൽ ഗഫൂർ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുക അല്ലെ? എന്ത് യോഗ്യതയാ അവനുള്ളത്? പള്ളികൾ മുഴുവൻ തിണ്ണനിരക്കിയിട്ട് സമുദായത്തിന്റെ പണമൊക്കെ ബക്കറ്റുകളിൽ പിരിച്ചു വാങ്ങിയിട്ട് ഒരു പ്രസ്ഥാനമുണ്ടാക്കി അതിന്റെ ആസ്ഥാനത്ത് ആസനം വെച്ച് നിരക്കിയിട്ട് പർദ്ദ ധരിച്ചാൽ സംസ്കാരം കിട്ടില്ല എന്ന് പറഞ്ഞ് പെണ്ണിന്റെ മഹത്വം കളഞ്ഞു കുളിച്ചവൻ, പർദ്ദ ധരിച്ച പെണ്ണിനെ എന്റെ വീട്ടിൽ കേട്ടില്ല എന്ന് പറഞ്ഞവൻ, എന്റെ കുടുംബത്തിൽ ആരും പർദ്ദ ധരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം പരിശുദ്ധമായി നിഷ്കർഷിച്ച ഒരു വസ്ത്രത്തെ പോലും പാഴാക്കി കളഞ്ഞവൻ ഇസ്ലാമിന് വേണ്ടി ശബ്ദവുമായിട്ട് ഇങ്ങനെ വന്നിരിക്കുക. എന്തൊക്കെ കോലാഹലങ്ങളാ അല്ലെ? കാന്തപുരം മാതൃത്വത്തെ പോലും അപമാനിച്ചു എന്ന് പറയുന്ന രാഷ്ട്രീയ മേലാളന്മാര് രാഷ്ട്രീയ പ്രഭാഷണത്തിൽ എത്രയോ സമയങ്ങളിൽ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എത്രയോ സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ട്. നമുക്ക്
നിങ്ങൾക്കറിയില്ലേ? ഞാൻ പേര് പറയുന്നില്ല. ഇടതായാലും വലതായാലും രാഷ്ട്രീയ മേലാളന്മാർ എത്ര പേർ അതേ പാർട്ടിയുടെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ സ്ത്രീകളെ പേരെടുത്ത് പറഞ്ഞ് അപമാനിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ഒരുത്തന്റെയും നാവ് മുങ്ങിയില്ല. അല്ലെ? തൊട്ടടുത്ത് പോലും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കണ്ണൂർ ജില്ലയിലോ മറ്റോ പരാജയപ്പെട്ടുപോയ ഒരു മുസ്ലിം പെണ്ണിന്റെ പേരെഴുതിയിട്ട് പറുതയിട്ടിട്ട് പരസ്യമായി അപമാനപ്പെടുത്തത്തക്ക രീതിയിൽ മുസ്ലിം സമുദായത്തിന്റേതെന്ന് അവകാശപ്പെടുന്ന വെറും നാമധാരികളായ മുസ്ലിം ചെറുപ്പക്കാര് പച്ച വൃത്തികേട് ഇവിടെ കാണിച്ചപ്പോ ഒരാൾക്കും ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യം വേണ്ട. ഒരാൾക്കും ഇവിടെ വേണ്ട. പിന്നെന്താ? കാന്തവര അബൂബക്കർ മുസ്ലിയാർ ഇസ്ലാമിന്റെ കാര്യം തന്നെ പറഞ്ഞത്. പെണ്ണിന് ഇസ്ലാം സ്ഥാനം കൊടുത്തു, അതുകൊണ്ട് അവള് പോയി കല്ല് ചുമക്കണ്ട എന്ന് ഇസ്ലാം പറഞ്ഞു. അതുകൊണ്ട് അവള് പോയി ചുമടെടുക്കണ്ട എന്ന് ഇസ്ലാം പറഞ്ഞു. അതുകൊണ്ട് അവള് കഷ്ടപ്പെടണ്ട എന്ന് ഇസ്ലാം പറഞ്ഞു. പിന്നെ വീട്ടിലിരിക്കട്ടെ, വീടെന്ന കൊട്ടാരത്തിലെ മഹാറാണിയെ പോലെ പെണ്ണ് വീട്ടിലിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ സഹിച്ചില്ല. നമുക്കറിയോ ഇപ്പൊ ഓൺലൈൻ പെൺവാണിഭവത്തിന്റെ വിഷയങ്ങളൊക്കെ ഈ മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള പത്രങ്ങള് വലിയ ചർച്ചയാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് അവരെയൊക്കെ ഇങ്ങനെ വലിയ കുറ്റവാളികളാക്കി വെക്കുമ്പോ കുറെ നാളുകൾക്ക് മുമ്പ് ഇതേ സ്ത്രീ പുരുഷ പിന്നെ സന്തുലിതാവസ്ഥയുടെ പേര് പറഞ്ഞ് സ്ത്രീക്കും പുരുഷനും ഒരേ അവകാശത്തിനെന്ന പേരും പറഞ്ഞു കൊണ്ട് പൊതുനിരത്തിലേക്ക് വന്ന് പച്ച വ്യഭിചാരം കാഴ്ച വെച്ചപ്പോ, കിസ്സോപ്ലവും ചുംബനരംഗവും കാഴ്ച വെച്ചപ്പോ ഈ പശുപാലനയും പെണ്ണും പിള്ളയൊക്കെ പൊക്കിക്കൊണ്ട് നടന്ന മലയാള മനോരമയും മാതൃഭൂമിയും അന്ന് അവർക്കായിരുന്നു സ്ത്രീ പുരുഷ സമത്വം പറഞ്ഞപ്പോഴുള്ള സൂപ്പർ സ്റ്റാറുകൾ. അപ്പൊ എന്തുണ്ടായി? ആ സമത്വം പറഞ്ഞവർ തന്നെ പ്രായപൂർത്തിയെത്തിയിട്ടില്ലാത്ത 11-12 വയസ്സുള്ള പെൺകിടാങ്ങളുടെ ശരീരം അന്യന് വേണ്ടി തിന്നാൻ കൊടുത്ത് പണം ഉണ്ടാക്കുന്നവനെന്ന് പറഞ്ഞപ്പോ ഒരു സാംസ്കാരിക നായകന്റെ നാവനങ്ങുന്നില്ല, ഒരുത്തന്റെയും നാവനങ്ങുന്നില്ല. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് സത്യമായി തന്നെ പറയണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പാർട്ടി നോക്കിക്കിട്ടോ, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് നോക്കിക്കിട്ടോ, അദ്ദേഹം ആരാണ് എന്ന് നോക്കിയിട്ടോല്ല. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിന് നിരക്കുന്ന സത്യം തന്നെയാണ്, ഇസ്ലാമികമായി തെളിയിക്കപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊരു പണ്ഡിതനോ മറ്റൊരു നേതാവോ തുറന്നു പറയാൻ മടി കാണിച്ചതായ വിഷയം ധൈര്യസമേതം അദ്ദേഹം തുറന്നു പറയാൻ ധൈര്യം കാണിച്ചു. ആ ആർജവത്തോടൊപ്പം നിന്ന് പാർട്ടിയോ ഗ്രൂപ്പോ സംഘടനയോ വസ്ത്രമോ ഒന്നും നോക്കാതെ അദ്ദേഹത്തോടൊപ്പം നിൽക്കലാ മുസ്ലിം സമുദായം ചെയ്യേണ്ടത്. അല്ലാതെ കവറേജ് കിട്ടുമെന്ന് കരുതി ഫസൽ ഗഫൂറിനെ പോലെ 4-ാം കിട നാണം കെട്ട പരിപാടി നടത്താനല്ല. പറഞ്ഞാൽ ചിലപ്പോ ഒരുപാടായി. ഇപ്പൊ മുതലേ